കാണിക്കുന്നത് ഒരു 1500 വാട്ട്സിൻ്റെ സ്മോക്കർ മെഷീനാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ കുറച്ച് നാളായി മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിപ്പയർ ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ നമ്മൾ ഇന്നത് ചെയ്യുകയാണ്. ഇതൊരു DMX കൺട്രോളുള്ള 1500 വാട്ട്സിൻ്റെ ഒരു സ്മോക്കർ മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പമ്പായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ഇത് സ്മോക്ക് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിലൊരു ബ്രേക്കർ സ്വിച്ച് ഉണ്ട്, അതങ്ങ് ബ്രേക്ക് ആവും. ഇപ്പം പമ്പ് ഓൺ ആവുന്ന സമയത്ത് ബ്രേക്കായി പോകും. അതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പം നമുക്ക് വേറെ കൂടുതൽ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, പമ്പിൻ്റെ കംപ്ലൈൻറ്റ് തന്നെ ആവാനാണ് സാധ്യത. അപ്പം നമ്മൾ ഡയറക്റ്റ് പമ്പിലേക്ക് തന്നെ പോയി ഇതിൽ കാണുന്നതാണ് നമ്മുടെ പമ്പ്. ഒരു 48 വാട്ട്സോളം വരുന്ന ഒരു പമ്പാണ്. അപ്പോൾ 1500 വാട്ട്സിൻ്റെ തന്നെ ആയതുകൊണ്ട് ഒരു വലിയ പമ്പാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് പമ്പ് അഴിച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പം പമ്പ് ചെക്ക് ചെയ്യുകയാണ്, അതിൻ്റെ കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ട് ചെക്ക് ചെയ്യുകയാണ്. അപ്പം ഡയറക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ലോ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഒരു 19 ഓം റെസിസ്റ്റൻസേ ഉള്ളൂ. അതേപോലെ തന്നെ ബീപ്പ് സൗണ്ടും കേൾക്കാം. കണ്ടിന്യൂറ്റി അതായത് ഷോർട്ടായിട്ടിരിക്കുകയാണ്. അപ്പം പമ്പ് പോയെന്ന് നമുക്ക് ഉറപ്പിച്ചു. പിന്നെ നമുക്കിനി ഇതിനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് ഓൺലൈനിലേക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പം ഏകദേശം 1000-2000 രൂപയ്ക്ക് ഇടയ്ക്ക് പല റേഞ്ചിലും ആമസോണിലേക്കും കിടപ്പുണ്ട്. അപ്പം ലോക്കൽ മാർക്കറ്റിൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും തിരക്കിയാൽ കിട്ടും. മാർക്കറ്റിലാണെങ്കിൽ ഇത്ര വില വരത്തില്ല, ചിലപ്പോൾ 1000 രൂപ താഴെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് മാറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയത് നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ പുതിയതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. പുതിയതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുകയാണ്. അപ്പം പുതിയതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ നോക്കിക്കേ, പുതിയതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുകയാണ്. 555 ഓംസോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയതിൻ്റെ കണ്ടല്ലോ 19 ഓമേ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് കംപ്ലൈൻറ്റ് എന്തായാലും ഡയറക്റ്റ് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പം നമുക്ക് പുതിയ പമ്പ് മെഷീനിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് അടിച്ച് അത് വർക്ക് ഫിനിഷ് ചെയ്യാം. അപ്പം പുതിയ പമ്പ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. പമ്പ് അതിൻ്റെ ഹോൾഡറിലേക്ക് ഉറപ്പിക്കുകയാണ്. എന്നിട്ട് 2 റബ്ബറിൻ്റെ ഹോൾഡറാണ് വരുന്നത്. അത് വൈബ്രേഷൻ ഡാമ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള സെറ്റപ്പാണ് പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി അതിൻ്റെ 2 പവർ കണക്ടറാണ്, അത് നമ്മൾ പിടിപ്പിക്കുന്നു. അതേപോലെ തന്നെ 2 ഹോസുകൾ വരും. ഒരു സ്റ്റീൽ ഹോസ് ഹീറ്ററിലോട്ട് പോകുന്ന ഹോസും, അതേപോലെ തന്നെ നമ്മളെ സ്മോക്ക് ഓയിൽ വരുന്ന ഹോസും തിരിച്ച് പമ്പിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ 2 ലൈനും കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ പമ്പിൽ നിന്ന് നമ്മുടെ ഹീറ്റിംഗ് കോയിലിലേക്ക് ഉള്ള സ്മോക്ക് ഓയിൽ പോകുന്ന ലൈനാണത്. അതൊരു സ്റ്റീലിൻ്റെ ചെറിയൊരു ട്യൂബാണ് വരുന്നത്. അതിനിടയ്ക്കൊരു വാഷറുണ്ട്, അത് ലീക്കാകാതിരിക്കാൻ. അത് പ്രോപ്പറായിട്ട് വെച്ചിട്ട് വേണം നമ്മളത് ടൈറ്റ് ചെയ്യാൻ. അത് നമ്മൾ മറക്കരുത്. വാഷറില്ലാതെ ഒരിക്കലും ടൈറ്റ് ചെയ്യില്ല. അതപ്പം ഓയിൽ പമ്പ് ചെയ്യുമ്പോൾ അതുവഴി ട്യൂബിൻ്റെ ഇടയിൽ കൂടെ ലീക്കായി മെഷീനകത്ത് ഫുള്ള് ഓയിലാവും. അതൊരിക്കലും മറക്കില്ല. അപ്പം പ്രോപ്പറായിട്ട് അത് വെച്ചിട്ട് തന്നെ നമ്മളത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യണം. നല്ലോണം ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇതുവഴി ഓയിൽ മെഷീനുള്ളിൽ ലീക്കാവാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്ലയർ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്യണം. മാക്സിമം ഓവർ ടൈറ്റ് വേണ്ട, മാക്സിമം ടൈറ്റ് ചെയ്താൽ മതി. ഹാൻഡ് ടൈറ്റ് തന്നെ മാക്സിമം ചെയ്യുക. വാഷർ ഉണ്ടായതുകൊണ്ട് ലീക്ക് വരാൻ സാധ്യതയില്ല. അപ്പം ടൈറ്റ് ചെയ്യുക. നമ്മൾ ഓയിൽ ടാങ്കിൽ നിന്നുള്ള പൈപ്പും കൊടുക്കാൻ മറക്കരുത്. അത് ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. ഈ സ്പേസിലാണ് ഓയിൽ ടാങ്ക് വരുന്നത്, സ്മോക്ക് ഓയിലിൻ്റെ ടാങ്ക് വരുന്നത്. ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കുകയാണ്. നമ്മുടെ ഡിസ്പ്ലേക്ക് ഓണായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഹീറ്റാക്കി വെച്ചേക്കാണ്, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇപ്പം സ്മോക്കിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് ഞെക്കി നോക്കാം, സ്മോക്ക് ആവുന്നുണ്ടോയെന്ന്. പമ്പ് വർക്ക് ചെയ്ത് സ്പ്രേ ചെയ്ത് തുടങ്ങി. ഞാൻ ഇതിൻ്റെ ടാങ്ക് കണക്ട് ചെയ്തിട്ടില്ല. ലൈനിൽ കിടന്ന ചെറിയ ഓയിൽ കിടന്നത് സ്പ്രേ ചെയ്ത് വരുന്നതാണ്.
ടാങ്ക് എടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഉള്ള ഓയിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ലൈനിൽ കിടന്ന് ഓയിൽ തീർന്നു. ടാങ്കൊക്കെ ഫിറ്റ് ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്ത് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളായി അപ്ലോഡ് ചെയ്യാൻ വിട്ട്, ടൈം കിട്ടിയില്ല എഡിറ്റ് ചെയ്യാൻ. അത് ഫുള്ളായിട്ട് അന്ന് എടുക്കാനും വർക്കിൻ്റെ ഇടയിൽ എടുക്കാൻ സാധിച്ചില്ല. അതാണ്. അപ്പം ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. ഇനി ഇതേപോലുള്ള വീഡിയോസ് കൂടുതൽ കിട്ടുമ്പം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മളതിൻ്റെ കവർ ഫിക്സ് ചെയ്യാണ്. ടാങ്കിലേക്കുള്ള ട്യൂബ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്രൂ ഇട്ട് മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹോസ് കണക്ട് ചെയ്യാൻ മറക്കരുത്. പമ്പിലേക്കുള്ള ഹോസ്, ടാങ്കിൽ നിന്ന് പമ്പ് സക്ക് ചെയ്തെടുക്കുന്ന ഓയിൽ സക്ക് ചെയ്യുന്ന ഹോസ് കണക്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം സ്മോക്കർ റെഡി ആയിട്ടുണ്ട്.